ഹായ് ഓൾ. അപ്പോൾ ദുവക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് അവളുടെ ഫേവറേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപ്പൂസും അവിടെ താഴെ ഇരുന്ന് ഇങ്ങനെ ഫുൾ അലമ്പ് കാണിച്ച് കഴിക്കുകയാണ്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ കുറച്ച് പൊട്ടറ്റോസ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈസൊന്നും ഈക്വൽ അല്ല കേട്ടോ, കുറച്ച് ലെങ്ത് കൂടിയതും കുറഞ്ഞതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചെയ്തു കൊടുത്തു ഈവനിങ്. അപ്പോൾ ആ ദീൻവാവ കിച്ചണിൽ നിന്ന് ഒരു കുക്കറൊക്കെ കൊണ്ടുവന്ന് വഴി ഇട്ടേക്കുക. അപ്പം ഞാൻ തേർഡ് ബാച്ച് കുറച്ച് ചില്ലി പൗഡറും കുറച്ച് ടെർമറിക്കും സോൾട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ദുവാക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്ത ബാച്ച് ഇതാ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ അപ്പൂസ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു കേട്ടോ. നല്ല ചൂടായിട്ടിരിക്കുക. അങ്ങനെ ബഹളം വെച്ചു. അങ്ങനെ ദുവാ കൊണ്ട് കൊടുത്തു ഞാൻ. അങ്ങനെ ദുവാ ഇങ്ങനെ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മറ്റേ കെച്ചപ്പ് ഉണ്ടല്ലോ, ചെറിയ പാക്കറ്റ്, അത് കൂട്ടി അവൾ കഴിക്കും കേട്ടോ. ഞാൻ അത് അവളോട് പറയും അത് കഴിക്കേണ്ട, അത്ര ഹെൽത്തി അല്ല. പക്ഷെ അവൾ കേൾക്കില്ല. അപ്പൂസ് ഇതാ ചൂടായിട്ടുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ പിന്നെ നേരെ കിച്ചണിൽ വന്നു. ഒരു കട്ടൻ ചായ ഇട്ടു. ജിഞ്ചർ ടീ ആണ് എല്ലാവരും ഇവിടെ ഈവനിങ് കുടിക്കാറുള്ളത്. അപ്പം അതും കൊണ്ടുവന്ന് ഞാൻ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചു. അപ്പോൾ ദുവാക്ക് അറബിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പോൾ അവൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ മാം ബ്രേക്ക് കൊടുത്തപ്പോഴത്തേക്കിങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ദുവായും ദീനും ഇത്താറ വീട്ടിൽ പോയി കേട്ടോ. അപ്പം ഞാൻ രാത്രി വിളിക്കാൻ ചെന്നപ്പോൾ കണ്ട സീനാണ്. ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ദീൻ വാവൻ നിസ്കരിക്കുക കേട്ടോ. ഭയങ്കര നിസ്കാരമാണ്. അപ്പോൾ വലിയ ക്യാപ്പ് ആയതുകൊണ്ട് ആൾ സുജൂതി ഇരിക്കുമ്പോൾ തന്നെ ക്യാപ്പ് ഊരി വീഴുവാണ്. അങ്ങനെ വലിയതായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആളിങ്ങനെ എന്നും ഉള്ള കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ നിസ്കാരം തുടങ്ങും. അപ്പോൾ മാറ്റിലാട്ടോ നിസ്കരിക്കുന്നത്. അവിടെ നിന്ന് മാറി നിന്ന് നിസ്കരിക്കുന്നതെന്നും പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല ആൾ. അപ്പോൾ ക്യാപ്പ് ഇങ്ങനെ വീണ് പോകുന്നതുകൊണ്ട് പല രീതിയിലും ആൾ പോസ് ചെയ്യും കേട്ടോ. അവസാനം അതാ കിടപ്പായി. അവസാനം എല്ലാവരും വന്ന് പറഞ്ഞു, മോനെ മാറ്റിൽ നിന്ന് മാറും. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂട്ടർ എടുത്തില്ലായിരുന്നു, നടന്നിങ്ങനെ പോവുക കേട്ടോ വീട്ടിലോട്ട്. അപ്പം കുറച്ച് ഇരുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ടോർച്ചൊക്കെ അടിച്ചിട്ട് പോവുക മൊബൈലിൽ നിന്ന്. അങ്ങനെ വീടെത്തി. അത്രയുള്ള വീഡിയോ.